ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ 1 കോടി രൂപ ഇട്ടാൽ പോലും എടുക്കാൻ ധൈര്യം ഒരാളും കാണില്ല. അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് ഇവർ. നമുക്ക് ഇപ്പോൾ എൻ്റെ മോളായിക്കോട്ടെ മോനായിക്കോട്ടെ അവരൊക്കെ ഭയങ്കര ഇൻറ്റിമേറ്റ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് വീടിനുള്ളിലോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം, എന്തിനിടയിൽ നിർത്താൻ നമുക്ക് കൊണ്ടുവരും. നമ്മുടെ കൂടെ നമ്മുടെ പ്രസൻസ്, ഓണറിൻ്റെ പ്രസൻസ് ഉണ്ടായാൽ മാത്രം മതി ഒരു ഒക്കെ കൂളൻ കാമാണ്. ഹായ്, എൻ്റെ പേര് ഷോബി, സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്, തൃശ്ശൂർ ജില്ലയിൽ. ഞാനിപ്പോൾ കെയിൻ കോഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവന് ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ വാങ്ങിയതാണ്. ഇവൻ ഡയറക്റ്റ് ഇമ്പോർട്ടാണ്, പ്ലസ് ഇന്ത്യൻ ചാമ്പ്യനും കൂടിയാണ്. ഇപ്പോൾ ഇവന് പെയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവളുടെ പേര് ലൂക്ക, ഇവൻ ഡെവിൽ. ഇവള് ബോട്ട് സൈഡ് ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണ്. ഇവളിപ്പോൾ ഓൺ ഹീറ്റിലുമാണ്. ഈ കളറിൻ്റെ പേര് ഫെർമെൻറ്റിനോ എന്നാണ്. ഈ കളർ തിരഞ്ഞെടുക്കാൻ വെച്ചാൽ നമ്മൾ ഈ പൊതുവേ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ കളറിന് ഭയങ്കര മാർക്കറ്റാണ്. മറ്റുള്ള കെയിൻ കോഴ്സിലും മറ്റുള്ള കളർ കൂടുതലും വരുന്നത് ബ്ലാക്ക്, അതുപോലെ തന്നെ ബ്ലൂ, അങ്ങനെ വരുന്നത് ഫോൺ കളറാണ് വരുന്നത്. അപ്പോൾ ഫെർമിനിനോ എപ്പോഴും മാർക്കറ്റ് കൂടുതലുള്ളതുകൊണ്ടും ഫെർമിനിനോ കാണാൻ കുറച്ച് ഭംഗി കൂടുതലുള്ളതുകൊണ്ടും നമ്മൾ ഇമ്പോർട്ട് ലൈനൊക്കെ എപ്പോഴും കൂടുതലും ഫെർമിനിനോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫെർമിനിനോ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ഇവർ രണ്ടുപേരും പെയർ ഒരേ കളറാകുമ്പോൾ നല്ല ഫെർമിനിനോ പപ്പീസ് എല്ലാം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലും കൂടിയാണ് ഞാൻ എടുത്തത് രണ്ടും കൂടി. ഈ ഒരു ഡോഗ് വളർത്താനുള്ള ഒരു കാര്യം എന്താണ്? കെയിൻ കോർസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കള എന്ന ടോവിനോട് ഒരു മൂവി കണ്ടതിന് ശേഷമാണ് എനിക്ക് കെയിൻ കോർസോനോടുള്ള ബ്രീഡിനോടുള്ള ഇൻട്രസ്റ്റ് കൂടിയത്. അത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇമ്പ്രസ്ഡായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കെയിൻ കോർസിലേക്ക് തിരഞ്ഞെടുത്തു. ഞാൻ ഒരു 30 ഡോഗ്സിനെ വളർത്തിയിട്ടുണ്ട്, എല്ലാം ഓൾ ബ്രീഡ്. അതിൽ ലാർജ് ബ്രീഡും ടോയ് പോംസും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഇതിലേക്ക് മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉറപ്പിച്ച് വീട്ടിൽ കാവൽ നിർത്തി പോവാം. കുട്ടികളോടാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും ഭയങ്കര പെറ്റവർ. ബട്ട് പുറത്തുനിന്ന് വരുന്ന സ്ട്രേഞ്ചേഴ്സിനെ ഒരിക്കലും ഒരു അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. ഇവരെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവരെ കറക്റ്റായിട്ട് മെഡിസിൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടു കൊടുക്കുക. പിന്നെ ഇവരെ എപ്പം വാം ചെയ്യുക. എല്ലാ ദിവസവും ജസ്റ്റ് ഒരു 1/2 hour 1 hour ജസ്റ്റ് അഴിച്ചിട്ടൊന്ന്, ബോഡി ഹെവി വെയിറ്റ് ആയതുകൊണ്ട് എക്സസൈസ് മസ്റ്റാണ് അവർക്ക്. കറക്റ്റായിട്ട് നമ്മൾ മറ്റുള്ള ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഫുഡ് കുറച്ച് മറ്റുള്ള ഫുഡിനേക്കാളും കുറച്ചുകൂടി ഹെവി ഫുഡ് കൊടുക്കണം. ടേക്ക് കെയർ ആണ്, കൂടുതൽ കുറച്ച് ടേക്ക് കെയർ ആണ്, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ഫീഡ് ചെയ്യുന്നത് 2 times ആണ്. ഇപ്പോൾ രാവിലെ ഇവർക്ക് റോൾ ചിക്കൻ കൊടുക്കും, പിന്നെ റോ ചിക്കൻ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് പിന്നെ ചിക്കനും റൈസും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനിടെ കൂടെ വിറ്റാമിൻ അവരുടെ മെഡിസിൻസും കാലൊക്കെ കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇത് സിങ്ക് ആനിമൽസ് കൊണ്ടുള്ള പഞ്ചാബിലെ ഒരു നമ്പർ 1 കന്നലിനെ ഫീമെയിൽ ആണ്, ആളെ ബ്രീഡാണ്. അപ്പോൾ ഇവളിപ്പോൾ ഓൺ ഹീറ്റിലും കൂടിയാണ്. ഈ പ്രായത്തിൽ ഇവൾക്ക് ഇപ്പോൾ ഒരു 46-47 kg വെയിറ്റ് ഉണ്ട്. നമ്മുടെ മെയിലിന് ഇപ്പോൾ എത്ര വയസ്സാണ്? മെയിലിന് ഇപ്പോൾ 4 വയസ്സായിട്ടുണ്ട്. പക്ഷെ അവനൊരു 50 kg ഉള്ളൂ. കാരണം അവന് വെയിറ്റ് അധികം കയറ്റി കഴിഞ്ഞാൽ വെയിറ്റിങ്ങിന്റെ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് വെയിറ്റ് അധികം കയറ്റാത്തത്. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫസ്റ്റ് ലിറ്റർ കിട്ടും അല്ലേ? ഉറപ്പായിട്ടും. ഈ ഒരു കളർ കോമ്പിനേഷൻ ചിലപ്പോൾ വരാം. നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈ കളർ കോമ്പിനേഷൻ ഇവിടെ റയർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു ലൈനേജ് ഭയങ്കര ഹെവി ലൈനേജ് ആണ്. ഈ ഒരു ലൈൻസിലെ ഡോഗ്സ് നമ്മുടെ കേരളത്തിൽ ഇല്ല, കേരളത്തിലില്ല. ഈ ലൈൻസിൽ ഡോഗ്സ് കേരളത്തിലില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു മീറ്റിംഗ് തരുന്നുണ്ടോ. ഈ ഒരു കളർ കണ്ടപ്പോൾ തന്നെ അതെ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ശരി, ഒരു റയർ കളർ ആണല്ലോ. ഓക്കെ. അപ്പൊ നിലവിലിപ്പം ഇവന്റെ ഇപ്പൊ സ്റ്റാർട്ട് ഇപ്പം വെളിയിൽ കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ നിലവിൽ കൊടുക്കുന്നുണ്ടോ? പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ. ബട്ട് ഇപ്പൊ എന്തായാലും ലിറ്റർ എടുത്തതിന് ശേഷം മാത്രം ഞാൻ നമ്മുടെ ക്ലോസ് സർക്കിളിൽ കുറച്ച് ലിറ്റർ എടുത്തിട്ടില്ലേ, നല്ല ലൈൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം കൊടുക്കുള്ളൂ. ഓക്കെ. ഇവന്റെ പേര് റോക്കി എന്നാണ്. ഇവനിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേലായിട്ടുണ്ട്. ഇവന്റെ ലൈൻസ് വരുന്നത് ഇറ്റാലിയൻ ഇമ്പോർട്ട് ലൈൻ ആണ്. ഇവന്റെ ഫാദർ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്, ഇറ്റാലിയൻ ഡയറക്റ്റ് ഇമ്പോർട്ട് ആണ്. ഇവന് മദർ സൈഡും ഇമ്പോർട്ട് ലൈനാണ് കംപ്ലീറ്റ് വരുന്നത്. നമുക്ക് ഒരു ബ്ലാക്ക് കളർ ഇവ മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് കളർ ഇവ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവന്റെ കോമ്പിനേഷൻ ഇപ്പോൾ കുറച്ച് പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. ശരി. പിന്നെ ഇപ്പോൾ ഒരു ഫീമെയിൽ ഞാനിപ്പോൾ മേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ. ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ്. അത് ഡയറക്റ്റ് ഇമ്പോർട്ടിന് കൂട്ടി തന്നെയാണ് അതും. അപ്പോൾ അത് മേ ബി ഒരു 2 months അതും പപ്പീസ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ എത്ര അഡൽട്ട് ഡോഗ് ഇവിടെ ഉള്ളത്? എൻ്റെ അടുത്ത് ഇപ്പോൾ മൊത്തത്തിൽ ഒരു 7 അഡൽട്ട് ഡോഗ്സ് ഉണ്ട്. പ്രൊഡക്ഷൻസ് ഹെവി പ്രൊഡക്ഷൻസ് ആണ്. അത് കണ്ടിട്ട് ഞാൻ എടുത്തത്. ബ്രോ, ഇതാണ് നമ്മുടെ റോക്കിയുടെ പപ്പീസ് അല്ലേ? ഇതാണ് ഇവന്റെ പപ്പീസ്, റോക്കിയുടെ പപ്പീസ് ആണ്. ഓക്കെ. ഇപ്പൊ എത്ര ദിവസമായി? ഇതിപ്പോ 46 ദിവസമായിട്ടുണ്ട്. 46 ദിവസമായി. നമുക്ക് ഏതൊക്കെ കളറിലുള്ള പപ്പീസ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്? ഇപ്പൊ എൻ്റെ ഉള്ളത് ഒരു ബ്ലൂ മാത്രമേ വീണ്ടുള്ളൂ. ബാക്കിയെല്ലാം ബ്ലാക്ക് പപ്പീസ് ആണ്. ഓക്കെ. ഇനിയിപ്പോ ഇതിൽ നിൽക്കുന്നത് ഇപ്പോൾ 3 മെയിലും 1 ഫീമെയിലും മാത്രം ബാലൻസ് ഉള്ളൂ. ബാക്കിയുള്ളൂ ഇതെല്ലാം നമ്മുടെ ഡോഗ്സ് എല്ലാം. ഒരു ഫീമെയിൽ ഡോഗ് കൂടി ഉണ്ട്. അവൾ മേറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് കാണിക്കാനാണ്. ഓക്കെ. നമ്മുടെ പുതിയ ഇമ്പോർട്ടിന്റെ കൂട്ടത്തിൽ കിടക്കുന്ന ആ ഡോഗ് ഏതാ? അത് ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ കുട്ടിയാണ്. അവളിപ്പോ ഒരു 3 വയസ്സായിട്ടുണ്ട്. 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. പപ്പീസിന് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഡോഗ്സിന് അപേക്ഷിച്ച് ഇവർ കുറച്ച് ഫുഡ് കുറച്ച് അധികം കഴിക്കുന്ന ടീപ്പാണ്. ലാർജ് ബ്രീഡ് ആയതുകൊണ്ട് പിന്നെ അവർക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ജോയിന്റ് എല്ലാം പ്രശ്നങ്ങളൊക്കെ വരും. സപ്ലിമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് എവിടെ ഏൽപ്പിക്കാം. നമ്മുടെ കുട്ടികളെ സൂക്ഷിക്കാനാണെങ്കിലും അല്ല ഗാർഡിങ് പർപ്പസിനൊക്കെ എല്ലാം പെർഫെക്റ്റ് ആണ്. നമ്മൾ ഓണേഴ്സിനായിട്ടും നമ്മുടെ വീട്ടുകാരായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഈ സ്ട്രേഞ്ചേഴ്സിന് മാത്രം നമ്മൾ അടുപ്പിക്കത്തില്ല. നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് വേറെ ആരും അങ്ങനെ കയറത്തില്ല. ഇപ്പൊ എന്റെ കുട്ടികളായിക്കോട്ടെ അവരൊക്കെ തന്നെ ഞാൻ ഇല്ലാത്ത സമയത്ത് അവരെ ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം പപ്പീസിനെല്ലാം അഡൽറ്റിനും പപ്പീസിനെല്ലാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഇരിഞ്ഞാലക്കുട എന്ന് പറയും.
അവിടെയാണ് നമ്മുടെ കെനൽ വരുന്നത് അതെ നമ്മുടെ കെനൽ വരുന്നത്. നമ്മുടെ കെനലിന്റെ പേര് കെയിൻ കെനൽ 5081. അങ്ങനെ നമ്മുടെ നമ്മുടെ കെനലിന്റെ ഇൻസ്റ്റ ഐ ഡി അതാണ്, കെയിൻ കെനൽ 5081. ഓക്കെ. അപ്പൊ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ്സ് എല്ലാം അതിലുണ്ടാവും, അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനിയും 2 ലിറ്റർ വരുന്നുണ്ട് അല്ലേ? അതെ, ഇനിയിപ്പോൾ ഓൾറെഡി 2 ലിറ്റർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് കാനകോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോയെ കോൺടാക്ട് ചെയ്യാം. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും.